ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 4/3/2025 ചൊവ്വാഴ്ച 22,080 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 22,073 എന്ന ലെവലിലാണ്. കൃത്യമായും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയ സപ്പോർട്ടിൻ്റെ അവിടെ ഒരു ഓപ്പണിംഗ് തന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോഴ് ഡയറക്ഷൻ തന്നാൽ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ. കൃത്യമായ പ്ലാനായിരുന്നു. നമ്മുടെ ടാർഗറ്റുകൾ ഒന്നൊന്നായി ഇന്ന് കവർ ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഏതാണ്ട് 328 പോയിന്റിന്റെ വൺ സൈഡ് മൂവ്മെന്റ് തന്നെ ലഭിച്ചു. അതിനുശേഷം മാത്രമാണ് നിഫ്റ്റി ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് വിശ്രമിച്ചത് എന്ന് വേണം പറയാൻ. ഇവിടെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ വളരെ ബുള്ളിഷായ ഒരു മൂവ്മെന്റ് തന്നു. അതിനുശേഷം കിട്ടിയ ചെറിയ ഒരു ഡിക്ലൈൻ ആണ് 1 മിനിറ്റ് 3 മിനിറ്റിൽ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ വീണ്ടും ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കയറുമ്പോൾ കൃത്യമായും ഡേയ്സ് ലോ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് കണക്കാക്കാം എന്ന് കരുതി ഒരു കോൾ ഓപ്ഷൻ എടുത്ത് ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ടാർഗറ്റ് ലഭിച്ചു. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തിയ ലെവലിലോട്ടെത്തി. അവിടെ നിന്നും ചെറിയ ഒരു ഡിക്ലൈൻ ലഭിച്ചു. എന്നാൽ കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയ 22,200 എന്ന് പറയുന്ന ലെവൽ സപ്പോർട്ടായി എടുത്തുകൊണ്ട് പ്രൈസ് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യുകയാണ് ചെയ്ത്. ഈ ആദ്യത്തെ മൂവ്മെൻറ്റ് ലഭിക്കാതിരുന്ന പലരും വെയിറ്റ് ചെയ്ത് റീ എൻട്രി എടുത്തത് ഈ ലെവലിൽ നിന്നായിരുന്നു. വളരെ നല്ല പ്രോഫിറ്റാണ് ലഭിച്ചത്. ഓരോ ടാർഗറ്റുകളും കൃത്യമായി കവർ ചെയ്ത് ഈ ലെവലിൽ വന്നതിന് ശേഷം ഇത്രയും നമുക്കറിയാം. സാധാരണ ഇതിലൊരു 200 കഴിഞ്ഞ ദിവസമൊക്കെ കിട്ടിയത് വളരെ കുറഞ്ഞ മൂവ്മെൻ്റ് ആണ്. 200-250 പോയിൻ്റൊക്കെ കിട്ടിയാൽ തന്നെ നല്ല മൂവാണ്. എന്നാൽ ഇന്ന് 330ഓളം പോയിന്റ്, അതിൽ കൂടുതലും മൂവ് ചെയ്യാറുണ്ടെങ്കിൽ പോലും അത്രയും ഉയരം എത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ കൺസോളിഡേഷൻ, അതിനുശേഷം വീണ്ടും ഒരു ഉയരം തന്ന് പക്ഷേ പ്രൈസ് പുതിയ ഉയരം ഈ സപ്പോർട്ടിൽ നിന്നുകൊണ്ട് തരാതെ പുറകോട്ട് പോരുമ്പോൾ ഇവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തവരുണ്ട്. വീണ്ടും അടുത്ത സപ്പോർട്ടിൽ വന്ന് ഇവിടെ നിന്നും റിവേഴ്സ് ആകുമ്പോൾ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവലുകൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് ഈ ലെവലും ട്രേഡ് ചെയ്തവരുണ്ട്. ഇന്ന് കിട്ടിയ ചില പിയാൻഡലുകൾ വളരെ വലിയ പ്രോഫിറ്റിൻ്റേതായിരുന്നു. എന്നാൽ പതിവായി ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ചെറിയ ക്യാപിറ്റൽ മാത്രമുള്ള ലോട്ട് സൈസുകൾ ചെറുത് മാത്രം എടുക്കുന്ന പലരുടെയും പ്രോഫിറ്റ് ബോക്സുകൾ ഇന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരുന്നു കൃത്യമായും ട്രേഡ് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക്. എന്നാൽ ആദ്യത്തെ ഒരു മൂവ്മെന്റിൽ എൻ്റർ ആവാൻ കഴിയാതെ വന്നവർ പിന്നീട് ഇത്രയും ഉയരത്തിൽ ഒരു സെല്ലിംഗ് മൂഡിൽ തന്നെയായിരുന്നു മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ട്രാപ്പ് ആകുമോ എന്ന് പേടിച്ച് മാറി നിന്നവരും ഉണ്ട് എന്ന് വേണം പറയാൻ. കാരണം പതിവായി ട്രേഡ് ചെയ്യുന്നവർക്ക് രാവിലെ ആദ്യത്തെ ഒരു 1 അവർ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തതിന് ശേഷം മറ്റു കാര്യങ്ങൾക്കായി അവരവരുടെ ഡെയിലി റൊട്ടീനിലോട്ട് തിരിയുന്നവർ, അവർക്ക് ആ ഒരു മൂവ് ക്യാച്ച് ചെയ്യാൻ കഴിയാതിരുന്നുകൊണ്ട് ഇന്നത്തെ ട്രേഡ് വേണ്ട എന്ന് വെച്ചവരുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന കാര്യം. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ മൂവ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആളൊന്നുമല്ല. എനിക്കതുകൊണ്ട് ഒരു സ്റ്റോക്കിനകത്ത് നിങ്ങൾ ഇന്നത് വാങ്ങിക്കോളൂ, ഇന്നത് വിറ്റോളൂ എന്ന് പറയുന്ന സജഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ 3 മാസത്തിന് മുൻപ് ഉള്ള ഒരു സ്റ്റോക്കിൻ്റെ ലെവലുകൾ വെച്ച് മാത്രമേ എന്തെങ്കിലും ഒരു ലെവലുകൾ ഒരു അഭിപ്രായം പറയാൻ പാടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇൻഡെക്സിൽ നമ്മൾക്ക് നമ്മുടെ ലെവലുകൾ ഇത്തരത്തിൽ അതാത് ദിവസം പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സെബിയുടെ റൂൾ അനുസരിച്ച് ഇൻഡെക്സ് പറയുന്നതിൽ കുഴപ്പമില്ല, എന്നാൽ സ്റ്റോക്സുകൾ പറഞ്ഞു കഴിഞ്ഞാലാണ് പ്രശ്നം. ഞാൻ ഇവിടെയും യാതൊരുവിധ സജഷൻസ് കോൾ ഓപ്ഷൻ വാങ്ങിക്കോളൂ, പുട്ട് ഓപ്ഷൻ വാങ്ങിക്കോളൂ എന്നുള്ള യാതൊരുവിധ സജഷൻസും ആർക്കും കൊടുക്കുന്നുമില്ല. ആ തരത്തിൽ ആരുടെയെങ്കിലും ഒരു ഫീസോ എന്തെങ്കിലും റെമ്യൂമറേഷൻസ് ഞാൻ വാങ്ങാറുമില്ല. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. നാളത്തേക്ക് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്തേക്കാം, എൻ്റെ ഒരു പ്ലാൻ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങളത് ഉപയോഗിക്കുന്നെങ്കിൽ പൂർണ്ണമായും നിങ്ങളുടെ റിസ്ക് ആണ്. ആരുപയോഗിച്ചാലും ഞാൻ ആരോടും ഇത് ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്യുന്നേ ഇല്ല. എൻ്റെ ഒരു ഐഡിയ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. താല്പര്യമുള്ളവർ കാണുക, ഇത് ഗുണകരമാണ്, കറക്റ്റാണ് എന്ന് തോന്നുന്നവർ പ്രയോജനപ്പെടുത്തുക എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു നിയമത്തിന് എതിരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആ തരത്തിൽ ഇത് ഒരു ഒബ്ജക്ഷൻ ആണ് അല്ലെങ്കിൽ ഇതൊരു തെറ്റാണ് എന്ന് ബോധ്യമായാൽ ഞാൻ പിന്നീട് ഇത് പബ്ലിഷ് ചെയ്യാനും തയ്യാറാകുന്നതല്ല. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് വിശദീകരിക്കാം. 22,327 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ മൈനർ സപ്പോർട്ടായി 22,279 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്നാൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആയി വരാവുന്നത് 22,521 എന്ന ലെവലാണ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി ഇന്നത്തെ ഉയരം, അതുപോലെ തന്നെ 22,449, 485 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഞാൻ ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് തുടർന്ന് മുകളിലുള്ള ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി അവ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 22,200 എന്ന് പറയുന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അവിടുന്ന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസിംഗ് ലഭിക്കുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ പ്രധാന സപ്പോർട്ടായി 22,080 നിലകൊണ്ടേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിന് താഴോട്ട് പോന്നാൽ ഫർദർ വീക്കാണ് പ്രൈസ് എന്നാണ്, അല്ലെങ്കിൽ ഇൻഡെക്സ് വീക്കായേക്കാം എന്നാണ് എൻ്റെ നിഗമനം. 48,455 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി ഞാൻ കാണുന്നത്. അതുപോലെ 48,387 എന്നത് ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി 48,849 എന്ന ലെവലിൽ ആയേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അതിനിടയിൽ ഇന്നത്തെ ഉയരം 48,660 മറ്റൊരു മൈനർ റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തേക്കാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അത്തരം ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് നമ്മൾ രേഖപ്പെടുത്തിയ പ്രധാന റെസിസ്റ്റൻസ് ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അതിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആവുന്ന പക്ഷം ടാർഗറ്റുകൾ മുകളിലുള്ള ലഭിച്ചേക്കാം. കാരണം ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 1000 പോയിന്റോ 1200 പോയിന്റോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള ടാർഗറ്റുകൾ രേഖപ്പെടുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. അത് ലഭിക്കേണ്ടത് 48,310 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ ഞാൻ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും ക്ലോസിംഗ് 5 മിനിറ്റ് 15 മിനിറ്റിൻ്റെ കിട്ടുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. 48,168, 48,000, 47,923, 47,843 എന്നിങ്ങനെയാണ് ലെവലുകൾ. 73,664 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 73,563 എന്ന ലെവൽ ഒരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 74,031 എന്നാണ്. എങ്കിൽ പോലും ഇന്നത്തെ ഉയരത്തിന് മുകളിലോട്ട് ഒരു ക്ലോസിംഗ് ഒരു ബ്രേക്കിംഗ് എങ്കിലും ലഭിച്ചാൽ മാത്രമാണ് ഈ ലെവൽ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ
വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും അപ്പർ ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചേക്കാം. ഈ റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. ഇത്തരത്തിലൊരു മൂവിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി അവ സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിച്ചുകൊണ്ട് അപ്പർ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്തേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്തേക്കാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 73,341 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷ. അതിൽ 73,000 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി നിലകൊണ്ടേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്ക് ഞാൻ തയ്യാറാക്കുന്ന പ്ലാൻ മാത്രമാണ്. പഠനാർത്ഥം നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഞാൻ ഇത് ഒരു വിധത്തിലും നിങ്ങളോട് ആരോടെങ്കിലും പ്രയോജനപ്പെടുത്താൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ വാച്ച് ചെയ്ത് ഇത് ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്